കൊല്ലം പട്ടത്താനം സന്തോഷ് വധക്കേസിൽ രണ്ടാം പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചു. ഡിവൈഎഫ്ഐ നേതാവായിരുന്ന രണ്ടാം പ്രതി കാളി സജീവിനെയാണ് കൊല്ലം 4th അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതിനു പിന്നാലെയാണ് ശിക്ഷാവിധി. കൊല്ലം ജില്ലാ 4th അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എസ് സുഭാഷാണ് വിധി പ്രസ്താവന നടത്തിയത്. 1997 നവംബർ 24-നാണ് കൊലപാതകം നടക്കുന്നത്. RSS മണ്ഡൽ സേവാ പ്രമുഖായിരുന്ന സന്തോഷ് ശാഖ കഴിഞ്ഞ് സൈക്കിളിൽ പോകുമ്പോൾ CPM പ്രവർത്തകർ സൈക്കിളിൽ കാറിടിച്ചു വീഴ്ത്തിയ ശേഷം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കേസിന്റെ ആദ്യ വിചാരണ കാലഘട്ടത്തിൽ രണ്ടാം പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവ് കാളി സജീവ് ഒളിവിൽ പോയിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. പിന്നാലെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി. അഡ്വക്കേറ്റ് വി വിനോദായിരുന്നു പ്രോസിക്യൂഷൻ. ആകെ 7 പ്രതികളിൽ ഒന്നാം പ്രതിയായ കൊഞ്ച് സജീവ്, അന്തക്കണ്ണൻ അനിൽകുമാർ, കുറ്റിച്ചിറ ഗോപി, പ്രമോദ് എന്നിവരെ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു. 2 പേരെ പിന്നീട് കോടതി വെറുതെ വിട്ടു. വിചാരണയ്ക്ക് മുൻപ് തന്നെ പ്രതികളിൽ 2 പേർ മരിച്ചിരുന്നു. കേസിൽ അന്ന് വാർഡ് മെമ്പറും CPM നേതാവുമായിരുന്ന നിലവിൽ MLA ആയ M നൌഷാദിനെയും ജില്ലാ കോടതി പ്രതി ചേർത്തിരുന്നു. 5ാം പ്രതിയായിരുന്ന നൌഷാദ്, മറ്റൊരു വാർഡ് മെമ്പർ അനിൽകുമാർ എന്നിവർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. അപ്പീലിൽ സാങ്കേതിക കാരണങ്ങൾ നിരത്തിയാണ് ഇരുവരും കേസിൽ നിന്നും ഒഴിവായത്. പറഞ്ഞോളൂ, ഈ കേസിന്റെ നിലവിൽ 1997 പട്ടത്താനത്തുള്ള RSS പ്രവർത്തകനായിരുന്ന സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇന്ന് രണ്ടാം പ്രതി ആയിട്ടുള്ള സജീവിനെ ശിക്ഷിച്ചിട്ടുള്ളത്. ഈ കേസിൽ നേരത്തെ തന്നെ 4 പ്രതികളെ വിചാരണ നടത്തി ശിക്ഷിച്ചിരുന്നത്. ആ സമയത്ത് രണ്ടാം പ്രതി ഒളിവിലായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് വിചാരണ നടക്കാതെ മാറിപ്പോയിട്ടുള്ളതുമാണ്. അന്ന് ശിക്ഷിച്ച കേസ് പ്രതിയിൽ 1-3 പ്രതികളെ ഹൈക്കോടതി ശിക്ഷ ശരിവെക്കുകയും 5-6 പ്രതികളുടെ ശിക്ഷ റദ്ദാക്കുകയും അതുപോലെ തന്നെ അന്ന് ഉൾപ്പെടുത്തിയ സാക്ഷിമൊഴി അടിസ്ഥാനത്തിൽ പ്രതികളായി ഉൾപ്പെടുത്തിയ നൌഷാദ് MLA, അന്നത്തെ മെമ്പറായിരുന്ന അനിൽ എന്നിവരെയും ഹൈക്കോടതി അവരെയും വെറുതെ വിട്ടിട്ടുള്ളതാണ്. ആ കേസിൽ ഉൾപ്പെടുത്താതെ ഉൾപ്പെടുത്തിയ ഉത്തരവ് റദ്ദാക്കി ഉത്തരവായിട്ടുള്ളതുമാണ്. യഥാർത്ഥത്തിൽ 96 ഡിസംബർ 6 സുനിൽകുമാർ എന്ന DYFI പ്രവർത്തകൻ്റെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ കൈ വെട്ടി പോസ്റ്റിൽ കെട്ടുന്ന ഒരു സംഭവം, ആ ബന്ധപ്പെട്ട് പട്ടത്താനത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയമായ സംഭവവികാസങ്ങളിൽ തുടർച്ചയായിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ആ കേസിൽ പ്രതിയായിരുന്ന സന്തോഷിനൊപ്പം ഉണ്ടായിരുന്ന വിജയകുമാർ സൈക്കിളിൽ വരുന്ന വഴിയിൽ മണിച്ചിത്തോടുന്ന സ്ഥലത്ത് വെച്ച് അംബാസഡർ കാർ കൊണ്ട് ഇടിച്ചു വീഴ്ത്തുകയും തുടർന്ന് അവരെ വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. വിജയകുമാർ ആദ്യ വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ അനുകൂലമായി മൊഴി നൽകിയെങ്കിലും പിന്നീട് കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായി. ആ കൂറുമാറിയ സാഹചര്യത്തിൽ കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടാം പ്രതി കുറ്റക്കാരനാണെന്ന് കാണുകയും ജീവപര്യന്തം തടവും അതുപോലെ തന്നെ 2 ലക്ഷം രൂപ പിഴയും ശിക്ഷയായി വിധിച്ചിട്ടുള്ളതുമാണ്. മുഴുവൻ പേര് സാറ്? വിനോദ്, വി വിനോദ്, പബ്ലിക് പ്രോസിക്യൂട്ടർ.